അതെ, നമ്മളെ കേരളത്തിൽ നിങ്ങൾ നല്ലൊരു അടിപൊളി ഒരു കവുങ്ങ് തോട്ടം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു 7 ഏക്കർ 59 സെൻറ്റ് സ്ഥലം, അതിനകത്ത് താകണ് ഒരു 3000 മേലെ കവുങ്ങൊക്കെ ഉള്ള ഈ കാണുന്ന ഒരു 7 ഏക്കർ 59 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതിനകത്ത് നല്ല അടിപൊളി ഒരു 2 നില വീടും കൂടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാമെന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 98 95 18 18 86. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നേരെ വീട്ടിലേക്ക് പോട്ടോ. ബാ, ആദ്യം തന്നെ നമുക്ക് നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള കവുങ്ങുകൾ കാണിക്കാം കേട്ടോ. 4.5 വർഷം പ്രായമായുള്ള കവുങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള കായൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. ഇത് നമ്മൾ ഈ ഒരു കവുങ്ങുകൾ എന്ന് പറഞ്ഞാൽ മംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങാണ് കേട്ടോ. ഏകദേശം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് മൊത്തം 3000-ഓളം കവുങ്ങുകളാണ് ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളിൽ കൂടുതലും ചെറിയ രീതിയിൽ, അതായത് ഈ 4.5 വർഷത്തിന് പ്രായമുള്ള കവുങ്ങുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇങ്ങോട്ട് വന്ന് നോക്കി, നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല കായും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന നല്ലൊരു സൂപ്പർ തോട്ടം തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു അടിപൊളി ഒരു തോട്ടം തന്നെയാണ്. നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങോട്ട് വന്ന് നോക്കി, ഇതിൻ്റെ കായും കാര്യങ്ങളൊക്കെ നോക്കി, നല്ല സൂപ്പറായിട്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്ലോട്ട് നനയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ കവുങ്ങൊക്കെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇത് കണ്ടില്ല നിങ്ങൾ, സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിൻ്റെ കിണറുണ്ട്, ബോർവെല്ലുണ്ട്, കുളമുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു തോട്ടം നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത് കേട്ടോ. നല്ല ഒരുവിധം അധിക ചെരുവോ കുന്നുകളൊന്നുമില്ല, ഒരു നോർമൽ രീതിയിലുള്ള തോട്ടമാണ് കേട്ടോ. ഈ ഒരു കവുങ്ങ് എന്ന് പറഞ്ഞാൽ മൊത്തം 4.5 വർഷം പ്രായമായ കവുങ്ങുകളാണ്. ഇത് മംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങുകളാണ് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം എന്താ പറയുക, കൃഷിയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇനി അങ്ങോട്ടുള്ള ആയുഷ്കാലം ആദായം നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല, കുറച്ച് വലിയ കവുങ്ങുകളും കൂടിയും വേറെ ഉണ്ട്, അതും കൂടിയും കാണിക്കാം. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനെന്ന് പറഞ്ഞാൽ കിണറുണ്ട്, ബോർവെല്ലുണ്ട്, അതുപോലെ തന്നെ വറ്റാത്ത വെള്ളമുള്ള കുളവും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 നില ഉള്ള അടിപൊളി ഒരു വീടുമുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. ഇനി നമുക്ക് കുളവും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നിന്ന് പോയിട്ട് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് ഒരു നാഗത്തിൻ്റെ ഒരു തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊരു വർഷത്തിൽ നമുക്ക് ഒരു 1000 രൂപ ചിലവ് വരും കേട്ടോ, അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളായിട്ടൊന്ന് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് വരിക കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ പറമ്പിൻ്റെ അകത്തുള്ള ഒരു കുളം എന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ, വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല കേട്ടോ. കൃഷിക്കും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കവുങ്ങ് നനയ്ക്കാനാണെന്നുണ്ടെങ്കിലും വേനൽക്കാലത്താണെങ്കിലും വെള്ളം വറ്റുമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമുക്കൊരു 3 വീട്ടുകാർക്ക് എടുക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു കുളമാണ്. നമ്മളെ പറമ്പിലുള്ള കുളമാണെങ്കിലും അത് 3 ആൾക്കും കൂടി അവകാശപ്പെട്ട കുളമാണ്. ഇനി കൊണ്ടുവരി കവുങ്ങുകൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വലിയ കവുങ്ങ് എന്ന് പറഞ്ഞത്. എല്ലാം കൂടിയും 2 കവുങ്ങും കൂടിയാണ് മിക്സ് ഇതായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് വലിയ കവുങ്ങുകളാണുള്ളത്. ഇത് നാടൻ നമ്മളെ കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കവുങ്ങുകളാണ്. ഇതാണെങ്കിലും അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിക്കുന്ന കവുങ്ങുകൾ തന്നെയാണ് കേട്ടോ. മഴക്കാലമാണ്, ചെറിയ രീതിയിൽ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഇതിനകത്ത് ഫുള്ള് ഇതാണ് ഇതേപോലെ എല്ലാ എന്താ പറയുക, കവുങ്ങ കൂടെ ഇതേപോലെ കുരുമുളകെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക കായ്ക്കുന്നതാണ്. അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ ഇവർക്ക് കുരുമുളക് ഇനത്തിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പോയ ഭാഗങ്ങളിൽ ഫുള്ള് ഇതാണ് ഇതേപോലെ പുതിയ കവുങ്ങുകളൊക്കെ അവർ വെച്ച് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുരുമുളക് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം എല്ലാ കവുങ്ങ കൂടെയും തന്നെ കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഏകദേശം 1 കിൻഡലോളം കുരുമുളക് നമുക്ക് വർഷത്തിൽ കിട്ടുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാഴയോ അങ്ങനെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ സൈഡിൽ കൂടെ അതാണ് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. നമ്മൾ ആ കുളത്തിൽ നിന്ന് പോകുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്. കർഷകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സൂപ്പർ പ്ലോട്ട് തന്നെയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പശുവിനെ അങ്ങനെ ആടിനൊക്കെ വളർത്താനൊക്കെ ആണെങ്കിലും അതിനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ
മൊത്തത്തിൽ സ്പ്രിങ്ക്ലർ കണക്ഷൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. മൊത്തം നനയ്ക്കാൻ നമ്മൾ ഈ ഒരു പറമ്പ് മൊത്തം നനയ്ക്കാനുള്ള സ്പ്രിങ്ക്ലർ എല്ലാ ഭാഗത്തോട്ടും ഇവർ ചെയ്തിട്ടിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ. ഇനി നമ്മൾ എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാ രീതിയിലും നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന തോട്ടമാണ്. കവുങ്ങ് കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല കവുങ്ങനാണ്. വേറെ കേടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ല നിങ്ങൾ, ഇത് നമ്മളെ പശുവിൻ്റെ ഒക്കെ ചാണകമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ, അതായത് വേസ്റ്റ് ഇവിടെ കൂട്ടി വെക്കുന്നതാണ് വേനൽക്കാലത്ത്. അത് പിന്നെ മഴക്കാലത്ത് ഇതാണ് ഫുൾ എല്ലാ കവുങ്ങ് വെക്കുമ്പോൾ ഇങ്ങനെ ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിൽ ഇത് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, കുരുമുളക് ഇതാണ്. ഇത് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വേറെ കുളമുണ്ട് എന്ന് പറഞ്ഞത്. കുളമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, നമ്മൾ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഇതുവരെ വറ്റാത്ത വെള്ളമുള്ള അടിപൊളി ഒരു കുളം തന്നെയാണ്. പിന്നെ മോട്ടർ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കറണ്ടൊക്കെ ഫ്രീ ആണ്. നമ്മൾ 24 മണിക്കൂർ മോട്ടർ അടിച്ചാലൊന്നും വെള്ളം വറ്റുമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് കണക്ഷനും ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ കണ്ടില്ല നിങ്ങൾ, എല്ലാത്തിലും കുരുമുളകും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തെങ്ങുകളുണ്ട്. തെങ്ങുകൾ ഏകദേശം ഒരു 82ഓളം തെങ്ങുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. കുരുമുളക് കണ്ടില്ലേ, എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു അടിപൊളിയൊരു തോട്ടം തന്നെയാണ്. ഇനിയിപ്പോൾ കവുങ്ങിന് മരുന്നടിക്കാൻ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണിക്കാരൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പണിക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളി. പിന്നെ ഇതാകണ് വേറൊരു വിള എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതേപോലത്തെ ജാതി മരങ്ങളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 13ഓളം ജാതി നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതും നല്ല അത്യാവശ്യം നല്ല കായൊക്കെ പിടിക്കുന്ന നല്ല രീതിയിൽ കായൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഇഷ്ടം പോലെ കായൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-13ഓളം അത്യാവശ്യം വലിയ മരങ്ങൾ തന്നെയാണ് കേട്ടോ. ആണ് ഈ കാണുന്ന 13ഓളം ജാതി മരങ്ങളും കൂടി നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. വലിയ മരങ്ങൾ തന്നെയാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരുവിധം ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അധികം കുന്നോ മലകളോ കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധം നോർമൽ എന്താ പറയുക, ഒരു നോർമൽ രീതിയിലുള്ളൊരു ചെറിയ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതാകണം ഈ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ കേട്ടോ. വീടിനോട് തൊട്ട് ചേർന്നതാകണം എന്താ പറയുക, പശുത്തൊഴുത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാകണം കറണ്ട് നമ്മളെ പ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇനി ഫാമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇലക്ട്രിക് കണക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഒക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ പറമ്പ്, നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള പശുത്തൊഴുത്ത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ വേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ, ഇതേപോലത്തെ ഇതാക്കിയിട്ടാണ് അവർ എന്താ പറയുക കവുങ്ങിനൊക്കെ വളമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക പശുവിനെയോ ഇതിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് അത്യാവശ്യം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീട് ബാക്കി സൗകര്യങ്ങളും കൂടി ഒന്ന് കാണാം. അപ്പോൾ ചങ്കളെ നമ്മളെ എന്താ പറയുക, നമ്മളെ പറമ്പിലുള്ള ആദായങ്ങളും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതങ്ങനെ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മിയാപദവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ. വീട് നമുക്ക് കാണാം. അതിന് മുന്നേ ഇതാണ് നമുക്ക് പറമ്പിലുള്ള അടയ്ക്കയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ ഒരു സോളാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ പറയുക അടക്ക ഫുള്ള് ഉണക്കാൻ വെയിലത്ത് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണക്കാനുള്ള സൗകര്യത്തിനുള്ള വലിയൊരു സോളാർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അടക്ക വേണമെന്നുണ്ടെങ്കിലോ അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ ഇതാണ് നേരത്തെ കണ്ട അതേ കണക്ഷൻ നമുക്ക് നമ്മളെ പ്ലോട്ടിൽ കൂടെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഇതാകണേ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിണറുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് എവിടെ കിണർ കുത്തുക അല്ലെങ്കിൽ ബോർവെൽ അടിക്കുകയോ എന്താ പറയുക കുളമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്തുള്ള ഒരു ബോർവെൽ എന്ന് പറഞ്ഞാൽ ഇതാകണം ഈ കാണുന്നതാണ് ബോർവെല്ലുള്ളത്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാകണം ഇവിടെ ഉണ്ട്. ഫ്രീ കണക്ഷൻ ആണ്. ഇനി നമുക്ക് നമ്മളെ വീടും
ബാക്കി സൗകര്യങ്ങളും കൂടി ഒന്ന് കാണാം കേട്ടോ. വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. വീടൊക്കെ അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ്. മൊത്തം 2400 സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടാണ്. വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ടല്ലെങ്കിൽ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു വ്യൂ ഉള്ള എന്താ പറയുക ഒരു സൂപ്പർ ഒരു വീട് തന്നെയാണ് കേട്ടോ. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിത് ഈ ഒരു പ്ലോട്ട് വിടില്ല. അത്രയ്ക്കും നല്ല മനോഹരമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടും മൊത്തത്തിലുള്ള ഈ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. റൂഫൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ ജനൽ വാതിൽ കട്ടള ഫുള്ള് മരത്തിലാണ് വെച്ച് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നിലയൊക്കെ ഫുള്ള് ഇതാണ്, ഇതേപോലെ ഗ്രാനൈറ്റാണ് ഇട്ടുള്ളത് കേട്ടോ. വാതിലൊക്കെ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 5 ബെഡ്റൂമാണുള്ളത്. താഴെ നമുക്ക് 3 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമാണുള്ളത് കേട്ടോ. ഫസ്റ്റത്തെ റൂം ഇതാണ്, ഈ കാണുന്നതാണ്. നമുക്ക് ഹാളൊക്കെ ഉണ്ടല്ലെങ്കിൽ അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ്. നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ. ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഇത് ഒരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ പൂജാ റൂം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ പൂജാ റൂം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളെ സ്റ്റെയർ കേസ് പോകുന്നത് കേട്ടോ മുകളിലോട്ട്. മൊത്തം നമ്മളെ ഈ ഒരു വീട് 2400 സ്ക്വയർ ഫീറ്റ് പണിത വീടാണ്. മൊത്തം 5 ബെഡ്റൂം. ഈ ഒരു ഭാഗത്ത് ഒന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റാണ് ഇട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തും റൂമുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ റൂം. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ഹാള് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഹാള്. അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ്. അത്യാവശ്യം 5-6 ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിന് വലിയ മേശയും കാര്യങ്ങളൊക്കെ ഇട്ടാൽ എന്നാലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹാളിനുണ്ട്. ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഷെൽഫും വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ റാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റാണ് ഇട്ടുള്ളത്. ജനൽ വാതിൽ കട്ടള എല്ലാ സംഭവങ്ങളും നമുക്ക് മരത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളെ അടുക്കള വരുന്നത് കേട്ടോ. അടുക്കളയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിനും അതുപോലെ തന്നെ നമുക്ക് ഷെൽഫ് വരുന്നുണ്ട്, റാക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ടൈലൊക്കെ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വയറിങ് പ്ലംബിങ് എന്ന് വേണ്ട എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ്. ഈ ഒരു ഭാഗത്ത് വേറെ കളർ ഗ്രാനൈറ്റാണ്. ഹാളിലോട്ടൊക്കെ വേറെ കളർ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ആണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയൊക്കെ ആണെങ്കിലും വലിയ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനലും വാതിലും ജനൽ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആലുവടുപ്പ് വരുന്നുണ്ട് കേട്ടോ. അടുക്കളയിൽ കണ്ട അതേപോലത്തെ ഗ്രാനൈറ്റ് കളറാണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് നമ്മളെ ഈ ഒരു ഭാഗത്താണ് നമ്മളെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ബാത്റൂം വരുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തോട്ട് വരുമ്പോൾ ഇതുണ്ടല്ലേ നമുക്ക് കാർ പോർച്ചൊക്കെ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ എല്ലാ വാഹനങ്ങളും കൊണ്ടുപോയി നിർത്താനുള്ള വലിയ വണ്ടിയടക്കം കൊണ്ടുപോയി നിർത്താനുള്ള വലിയ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് നമ്മളെ വീടിൻ്റെ മേലെ ഭാഗത്ത് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്നൊന്ന് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. സ്റ്റെയറൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. പുറത്തുനിന്ന് കയറി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. മേലെ വരുമ്പോൾ നമുക്ക് മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. അത്യാവശ്യം വലിയൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു വീട് തന്നെയാണ് കേട്ടോ. മേലെ ആണെങ്കിൽ ഇത് കണ്ടല്ലോ നിങ്ങൾ ഹാൾ കണ്ടല്ലോ നിങ്ങൾ അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഇതാണ് മച്ചാണ് ഉപയോഗിച്ചുള്ളത്. പിന്നെ മരത്തിൻ്റെ പ്ലാവ് അതുപോലെ തന്നെ തേക്ക് മരത്തിലാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ ഫുള്ള് ഇപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിലുള്ള റൂമെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാണുന്നതാണ് ഫസ്റ്റ് റൂം.
റൂമൊക്കെ വലിയ വലിയ റൂമുകളാണ്. അതുപോലെ തന്നെ മേലെയൊക്കെ ഫുള്ള് മച്ചാണ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അധികം ചൂടോ കാര്യങ്ങളൊന്നുമില്ല. നല്ല തണുപ്പായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ തണുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുകളിൽ ആണ് ഈ കളറ് ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത്തെ റൂം വരുന്നത്. റൂമുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയ വലിയ റൂമുകളാണ്. ഇതിപ്പോൾ ഒരു ഗോഡൗണൊക്കെ പത്തായപ്പുര പോലെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടി വരുന്നുണ്ട്. ജനലൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ജനൽ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റൂമുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് നമുക്കിവിടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ നമുക്ക് പറമ്പ് മൊത്തം കാണുകയും ചെയ്യാം കേട്ടോ. ചങ്കളെ സ്ഥലം കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ വണ്ടി നിർത്തുക. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മതി കേട്ടോ. അതാണ് ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് ഇങ്ങനെ ഈ കാണുന്ന താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതാണ് ഈ റബ്ബർ കാണുന്നത് കേട്ടോ. അതിൻ്റെ താഴേക്ക് ഇതുവരെയാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത്. മൊത്തം 7 ഏക്കർ 59 സെൻറ്റ് സ്ഥലമാണ്. അളവിൽ കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവർ സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക കവുങ്ങും സംഭവങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടാറിങ് റോഡ്. ഈ ഒരു ഭാഗത്ത് വരെ ടാറിങ് റോഡ് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡ് കണ്ടല്ലോ ഞങ്ങൾ ആ റബ്ബറിൻ്റെ താഴെ കൂടെ റോഡ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിൻ്റെ. അത് വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡിന് നമുക്ക് കണക്റ്റ് ആക്കുകയും ചെയ്യാം. അവിടെ ഈ ടാറിങ് റോഡ് നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതും ടച്ചാണ് നമ്മളെ പ്ലോട്ടായിട്ട്. ആ കാണുന്ന കവുങ്ങ് അതുപോലെ തന്നെ ഈ കാണുന്ന തെങ്ങ് ഇതാണ് വീട് ഏകദേശം താഴെയായിട്ട് വരും കേട്ടോ. ആ കാണുന്നത് പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ് കേട്ടോ. ടാറിങ് റോഡ് ഇതാണ് ഇതുവരെയാണ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇതുവരെ ടാറിങ് റോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീട് വരുന്നതാണ് ആ താഴെ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക കവുങ്ങും അതുപോലെ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങോട്ട് ഫുള്ള് ഇതേപോലെ സ്പ്രിംഗ്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഇതാകുമ്പോൾ മഴ മാറിക്കഴിഞ്ഞിട്ട് അവർ കവുങ്ങൊക്കെ വെക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആണല്ലേ. നമുക്ക് മിയാപദവിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമുക്ക് കാസർഗോഡ് ജില്ലയിലാണ് വരുന്നത്. ഹൊസങ്കടിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല അനുയോജ്യമായുള്ള അടിപൊളി കിടിലം പ്ലോട്ട് തന്നെയാണ്. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. വീടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ എടുത്തിടാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. നമുക്ക് മംഗലാപുരത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം. മംഗലാപുരത്ത് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. NH നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 2,75,00,000 രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ 98 95 18 18 86. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ കവുങ്ങ് തോട്ടമൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും കവുങ്ങ് തോട്ടങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നല്ല തോട്ടങ്ങളും അതിനകത്തൊരു വീടുകളുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ബൈ ബൈ.